നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ലേണേഴ്സ് ടെസ്റ്റിന് പഴയ പോലെ ഹാൻഡ് ബുക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ RT ഓഫീസിൽ ലേണേഴ്സ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവല്. അതിൽ 12 ക്വസ്റ്റ്യൻസ് പാസ്സാവണം. അതിലിപ്പോൾ ഇനി വരും കാലയളവിൽ മാറ്റങ്ങൾ വരും. അപ്പം ഇപ്പോൾ നിലവിലുള്ളത് 20ൽ 12 ക്വസ്റ്റ്യൻസ് പാസ്സാവണം എന്നാണ്. അപ്പം അവിടെ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും പരിവാഹൻ്റെ സൈറ്റിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ ഗൂഗിളിൽ പരിവാഹൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അതിൽ ഓപ്പണായി വരുന്ന ഫസ്റ്റ് പരിവാഹൻ സേവ എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് കയറുക. അതിൽ ലെഫ്റ്റ് സൈഡ് 3 ലൈൻസ് കാണും. അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിൽ കയറുക. അതിൽ മുകളിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ലൈസൻസ് മെനു, അതിൽ ലേണേഴ്സ് ലൈസൻസ്, ഏറ്റവും താഴെ രണ്ടാമതായിട്ട് മോക്ക് ടെസ്റ്റ് ഫോർ LL. അവിടെ അപ്ലിക്കൻറ്റിൻ്റെ നെയിം അടിക്കുക. ജസ്റ്റ് എന്തെങ്കിലും ABCD എന്ന് അടിച്ചു വിടുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. കേരള സെലക്ട് ചെയ്യുക. എക്സാം വിത്ത് ഓഡിയോ വിത്തൗട്ട് ഓഡിയോ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഞാൻ എക്സാം വിത്തൗട്ട് ഓഡിയോ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സൈൻ ഇൻ കൊടുക്കുക. അപ്പം ക്വസ്റ്റ്യൻ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവല്. അപ്പം അതിന് ടൈം ഉണ്ട്, 20 സെക്കൻഡ് ടൈം ഉണ്ട്. അതിനുള്ളിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? നിങ്ങളുടെ ടോട്ടൽ മാർക്ക് കാണാൻ വേണ്ടി പറ്റും. 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്ര മാർക്ക് കരസ്ഥമാക്കി എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ 10 ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ശരിയായി മാർക്ക് ചെയ്തതെന്നും ഏതൊക്കെ ക്വസ്റ്റ്യനാണ് തെറ്റായി മാർക്ക് ചെയ്തെന്നുള്ള കാര്യം കൂടി നമുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമിൻ്റെ അവസാനം ഏറ്റവും താഴെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 10 സെറ്റ് ക്വസ്റ്റ്യനും കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം എല്ലാവരും നിർബന്ധമായിട്ടും ഒരു 20-30 തവണയെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്ത് പഠിച്ച് എല്ലാ ക്വസ്റ്റ്യനും കണ്ടതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്.